ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഷിപ്പിൽ കയറിയിട്ട് കുറച്ച് നേരം എടുത്ത് കഴിഞ്ഞപ്പം ഷിപ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്തായാലും ഇതൊന്ന് ചുറ്റിക്കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചുറ്റിക്കയറാനുള്ളൊരു പ്ലാനിൽ ഞാനങ്ങനെ ഇറങ്ങി. ഇപ്പം നമ്മളുണ്ടായിരുന്നത് സ്റ്റെന പ്ലസ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ലോഞ്ചാണ്. അത് ആക്ച്വലി നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് നമ്മളെടുക്കുന്ന ഒരു ലോഞ്ചാണ്. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് ഈ ഷിപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ കാണുന്നത് നമുക്ക് എക്സ്ട്രാ പേ ചെയ്യാണ്ട് തന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇതിൽ നമുക്ക് നമ്മളിപ്പോൾ ഡെക്കേറ്റിലാണ് ഉള്ളത്. അതിൻ്റെ ഉള്ള എല്ലാ ഏരിയാസൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതും സൈഡിലിരിക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയാസാണ്. ഇതൊക്കെ എംപ്റ്റിയാണ്. ഷിപ്പ് നല്ല തിരക്കാണെങ്കിലും ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്റ്റെന പ്ലസ് ലോഞ്ചൊക്കെ എടുക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ ലൈറ്റിൻ്റെ ഇതൊക്കെ ചെയ്യുന്ന പല പല ലാംഗ്വേജസിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഷിപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഉള്ളത്. അപ്പോൾ വീണ്ടും അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ഞാൻ മുന്നോട്ട് നടക്കാമെന്ന് ഓർത്തു. ഇതിവിടുത്തെ ഗെയിമിംഗ് ഏരിയ ആണ് നമ്മൾ കാണുന്നത്. ഇത് കോയിൻസ് ഇട്ടിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. നോർമൽ മാളിലൊക്കെ കാണുന്ന പോലെ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. പക്ഷെ അത് അടച്ചിട്ടേക്കുവാണ് ഇപ്പം. പിന്നെ നടന്നു കഴിഞ്ഞപ്പം നമുക്കൊരു തിയേറ്റർ പോലത്തെ സിനിമയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ കണ്ടു. ആക്ച്വലി വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ നമുക്കിങ്ങനെ നല്ല രീതിയിൽ ചെയർസൊക്കെ അറേഞ്ച് ചെയ്തിട്ടേക്കുന്നു. പിന്നെ നമുക്കൊരു സെറ്റ് ഓഫ് മൂവീസ് ഉണ്ടാവും സെയിൽ ചെയ്യണ ടൈം. അതിലേതെങ്കിലും എടുത്ത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നടന്നു കഴിഞ്ഞപ്പം അവിടുത്തെ ഈ റൂംസൊക്കെ ഇല്ലേ, നമുക്ക് ഷിപ്പിലുണ്ടാകുന്ന റൂംസും ഒക്കെ കാണാൻ പറ്റി. അത് ആക്ച്വലി ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഒരു 4 പേർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാൻ പറ്റുന്നത് 4 പേരുടെ, അല്ലെങ്കിൽ പിന്നെ സിംഗിൾ റൂംസായിട്ട് അത് ഒരു റേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എക്സ്ട്രാ പർച്ചേസ് ചെയ്തെടുക്കേണ്ടതാണ്. വീണ്ടും നമ്മൾ മുകളിലെ ഡെക്കിലേക്ക് വന്നു. ഇപ്പം ഇവിടെ ഷിപ്പിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഗ്രാഫാണ്. ഏതൊക്കെ ഡെക്കിൽ എന്തുണ്ട് ആ ഫുൾ ഷിപ്പിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഗ്രാഫ് അതിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണിത് ക്രമീകരിച്ചേക്കണമെന്നുള്ളത്. ഈ ഡെക്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂംസും ഈ പറഞ്ഞ ഏരിയാസൊക്കെ ഉണ്ട്. അത് ഈ നമ്പർ വെച്ചിട്ട് ഇവരിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് അറ്റം വരെ. മുകളിൽ അത്യാവശ്യം എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി. ഇത് ആക്ച്വലി വെഹിക്കിൾ പാർക്ക് ചെയ്യുന്നതൊരു ഏരിയ ആണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ ഏകദേശം ഒരു ഉള്ളിൽ കയറിയിട്ട് ഏകദേശം ഷിപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് എത്തിയേക്കാണ്. അപ്പോൾ വീണ്ടും ഇവിടെ നമുക്കൊരു ചെറിയ രീതിയിലൊരു കഫേ ഷോപ്പ് കാണാം. ഇവിടെ ഡ്രിങ്ക്സും പേസ്ട്രീസും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ജസ്റ്റ് പേ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാങ്ങാൻ പറ്റും. കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പം നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കണ്ടു. നമ്മൾ കേട്ടിട്ടുണ്ട് ഷിപ്പിലൊക്കെ നമ്മൾ ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടി കൊടുക്കാൻ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന്. എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കി. ആക്ച്വലി കുറച്ച് നമ്മൾ സാധാരണ എയർപോർട്ടിലൊക്കെ കാണുന്ന അത്രയും വലിയ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഈ പറഞ്ഞ പോലെ എല്ലാം കവർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് മിക്ക ഐറ്റംസും ഉണ്ടായിരുന്നു. ഗ്ലാസസും ആൽക്കഹോൾ, മിഠായി, പെർഫ്യൂംസ്, നമ്മുടെ നോർമൽ ഇതിൽ കാണുന്ന അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ അവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഓഫേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിക്കണവർക്ക് വാങ്ങിക്കാനായിട്ട് ഇത്ര ഒരു ടൈമിലാണ് അവരത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക.
ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഫ്രണ്ടിലേക്ക് കടന്നപ്പോൾ നമ്മൾ വീണ്ടും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം ഷിപ്പിലുള്ള നോർമൽ റെസ്റ്റോറൻറ്റിനേക്കാളും കുറച്ചും കൂടി വലുതായിരുന്നു അത്. അതുപോലെ ഒരുപാട് കുറച്ചും കൂടി കൂടുതൽ ഫുഡ് ഓപ്ഷൻസും ഈ ഒരു റെസ്റ്റോറൻറ്റിലുണ്ട്. അത്യാവശ്യം ഒത്തിരി വലിയൊരു ഏരിയ കൂടി ഇവർ കൊടുത്തിട്ടുണ്ട് ഇരുന്ന് കഴിക്കാനും സംസാരിക്കാനൊക്കെ ആയിട്ട്. ജസ്റ്റ് ഒരു സാധാ നമ്മളൊക്കെ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റിലൊരു ഏരിയ പോലെ തന്നെ എനിക്കത് ഫീൽ ചെയ്തു. ഗ്ലാസ്സിൽ കൂടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഷിപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗമായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ കടലിൻ്റെ വേവ്സും ആ ഒരു രമ്പലൊക്കെ നമ്മൾ ശരിക്കും ആ ഒരു ഫീൽ ചെയ്തായിരുന്നു അതിൽ കൂടി നോക്കിയപ്പം. പിന്നെ നമ്മൾ തിരിച്ച് നമ്മളുടെ നമ്മൾ ഇരുന്ന പ്ലേസിലേക്ക് പോയി. പിന്നെ താഴേക്കുള്ള എല്ലാ സ്റ്റേഴ്സും അവർ ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. കാരണം നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അവർ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ സമ്മതിക്കില്ല. ഷിപ്പിൽ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ മോഷൻ സിക്നെസ് ഒക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ചെൻ്റെ സീറ്റിലേക്ക് പോയി. ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.